ഹായ് എവരിവൺ. KS നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് സിലബസ് അധിഷ്ഠിതമായി സമയം കളയാതെ ഇനി അങ്ങോട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യം വേണ്ടത് വ്യക്തമായി സിലബസും എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. 2 പേപ്പറാണ് പ്രിലിംസിന് വരുന്നത്, പേപ്പർ 1, പേപ്പർ 2. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 2-ൽ വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജി പാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇതിൽ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നത് വളരെ ലളിതമായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അവിടെ ഏറ്റവും പ്രധാനം 100 ചോദ്യങ്ങളാണ് ഒരു പേപ്പറിൽ ചോദിക്കുന്നത്. അതിന് 1.5 മണിക്കൂറാണ് സമയം. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതവും. ഇതിൽ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റ് ചെയ്ത് ഏകദേശം 20ഓളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ KS പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ്. ആദ്യം നിങ്ങൾ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സയൻസ് ആൻഡ് ടെക്നോളജി പാർട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു 20ഓളം ചോദ്യങ്ങൾ ഇതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 3 ഭാഗങ്ങളായിട്ട് നമുക്കിത് സോർട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് സയൻസ് ആൻഡ് ടെക്നോളജി, അവിടെ ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പോലുള്ള ഭാഗങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. രണ്ടാമതായി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ആൻഡ് തേർഡ് വൺ ഈസ് ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്. ഇത് ഈ നീണ്ട സിലബസ് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലും സമകാലിക പ്രസക്തിയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ന്യൂസ് പേപ്പർ അധിഷ്ഠിതമായി വളരെ സുപ്രധാനപ്പെട്ട ചില ഡെവലപ്മെൻറ്റ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വളരെ ഈസി ആയി ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ആരും ഇതിൽ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കൊന്നും വേണ്ട. എല്ലാം ഡിസ്ട്രക്റ്റീവ് മോഡിലുള്ള ചോദ്യങ്ങളല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ KS പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്. ചോദ്യങ്ങളുടെ ഒരു രീതി മനസ്സിലാക്കാൻ തൽക്കാലം നമുക്ക് സ്പേസ് ഡിഫൻസ് ഏരിയയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ളതും കറണ്ട് അഫെയർ ലിങ്ക് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടും അല്ലാതെ ഡയറക്റ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇതിലൊരു ചോദ്യം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നാണ്. പൃഥ്വി മിസൈൽ ഇസ് എ ഫാമിലി ഓഫ് സ്ട്രാറ്റജിക് സർഫസ് ടു സർഫസ് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. ആകാശ് is a medium range surface to air missile which flies at subsonic speed. Trishul is India's 3rd generation anti-tank missile with imaging infrared guidance. Agni is intermediate range surface to surface missile with nuclear warhead capability. ഇത് ഡിഫൻസ് പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. കലാമിൻ്റെ നേതൃത്വത്തിൽ 1982-ൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള മിസൈൽ സിസ്റ്റംസ് ആണ് പൃഥ്വി, അഗ്നി, ത്രിശൂൽ, ആകാശ് ആൻഡ് നാഗ്. ഇതിൽ പൃഥ്വിയും അഗ്നിയും സർഫസ് ടു സർഫസ് മിസൈൽസ് ആണ്. ഒരു സർഫസിൽ നിന്ന് മറ്റൊരു സർഫസിലോട്ട് പോകുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് പൃഥ്വിയും അഗ്നിയും. ത്രിശൂൽ എന്ന് പറയുന്നത് ത്രിശൂലും അതേപോലെ ആകാശും സർഫസ് ടു എയർ മിസൈൽസ് ആണ്. എന്നാൽ ത്രിശൂൽ ഇന്ന് സർവീസിലില്ല, അത് നമ്മൾ കംപ്ലീറ്റ്ലി അത് അബൻഡൻ ചെയ്തു. സോ നമ്മുടെ കയ്യിലുള്ളത് ആകാശാണ്. ആൻഡ് ദെൻ നാഗ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ടാങ്ക് മിസൈലാണ് നാഗ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് പൃഥ്വി മിസൈൽ ഇസ് എ ഫാമിലി ഓഫ് സ്ട്രാറ്റജിക് സർഫസ് ടു സർഫസ് ലോങ് റേഞ്ച് മിസൈൽസ് എന്നാണ്. പൃഥ്വിയും അഗ്നിയും തമ്മിലുള്ള ഒരു ബേസിക് വ്യത്യാസം എന്ന് പറയുന്നത് അഗ്നി ഷോർട്ട് റേഞ്ച് മുതൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ റേഞ്ചിൽ വരുന്ന മിസൈലുകളാണ് അഗ്നി എന്ന് പറയുന്നത്. അഗ്നി 1, അഗ്നി 2, 3, 4, 5 ആൻഡ് അഗ്നി 6 ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഗ്നി 5-ൻ്റെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ് അത് ഇൻ്റർ കോണ്ടിനെൻ്റൽ മിസൈലാണെന്നുള്ളത്. എന്നാൽ പൃഥ്വി ആയിക്കോട്ടെ, പൃഥ്വി ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ആണ് പൃഥ്വി. ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോങ് റേഞ്ച് എന്നാണ്. സോ ദിസ് ഈസ് റോങ്. ആകാശ് ഇസ് എ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ. ഈ ഒരു ഭാഗം കറക്റ്റ് ആണ്. ആൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സബ്സോണിക് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതാണ്. ഇത് സബ്സോണിക് അല്ല, മാക് നമ്പർ 2.5 സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ്. അതായത് ശബ്ദത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് ആകാശ് മിസൈൽ. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ദെൻ ത്രിശൂൽ ഈസ് ഇന്ത്യാസ് 3rd ജനറേഷൻ ഇത് ആൻറ്റി ടാങ്ക് മിസൈൽ അല്ല. ത്രിശൂൽ എന്ന് പറയുന്നത് സർഫസ് ടു എയർ മിസൈലാണ്. ആൻറ്റി ടാങ്ക് മിസൈൽ നമ്മൾ പറയുന്ന പേര് നാഗ് എന്നാണ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. Agni is intermediate range surface to surface missile with nuclear warhead capability. So that is right. Short range മുതൽ intermediate, short range, medium range, intermediate, intercontinental range വരെയുള്ള മിസൈലുകൾ ഉള്ളതാണ് അഗ്നി എന്ന് പറയുന്നത്. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ്. ഇതെല്ലാം അഗ്നി മിസൈൽ നിങ്ങൾ ന്യൂസിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഡയറക്റ്റ്ലി
ഓപ്ഷൻ ഡി കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഓപ്ഷൻ ഡിയിലോട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എലിമിനേറ്റ് ചെയ്ത് ഇതിലേറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന, ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഈ രീതിയിലാണ് നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, ദ സെക്കൻഡ് സ്പേസ് പോർട്ട് ഓഫ് ISRO ടു ലോഞ്ച് റോക്കറ്റ്സ് ഈസ് പ്രപ്പോസ്ഡ് അറ്റ് ദി ഫോളോയിങ് ലൊക്കേഷൻ. കുലശേഖരപട്ടണം കൊടുത്തിട്ടുണ്ട്, കൈതോല, പൊഴിയൂർ, കൃഷ്ണപട്ടണം. ഇത് ഒരു സമകാലിക പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. പലപ്പോഴും മിക്ക ലോഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പറിലും അതേപോലെ വാർത്തകളൊക്കെ കേൾക്കുന്നത് ശ്രീഹരിക്കോട്ടയിൽ ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അത് ആദ്യത്തെ സ്പേസ് പോർട്ടാണ്. അതിനുശേഷം കഴിഞ്ഞ വർഷമാണ് 2024 നമ്മൾ പുതുതായിട്ട് ഒരു സ്പേസ് പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ പ്രപ്പോസൽസ് ഉണ്ടായിരുന്നു. ആ രണ്ടാമത്തെ സ്പേസ് പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നത് തമിഴ്നാട്ടിലുള്ള കുലശേഖരപട്ടണത്തിലാണ്. ഇതൊരു കറണ്ട് അഫെയർ ലിങ്ക് ചെയ്തിട്ട് ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ എ ഈസ് ദ ആൻസർ. ദെൻ ദി അപ്കമിങ് smaller counterpart of PSLV rocket. Again, the upcoming smaller counterpart of PSLV rocket. Mini Polar Satellite Launch Vehicle, Cube Satellite Launch Vehicle, Small Satellite Launch Vehicle, Multiple Satellite Launch Vehicle. ബേസിക്കായിട്ട് നമ്മൾ ഈ സാറ്റലൈറ്റുകളൊക്കെ ലോഞ്ച് ചെയ്യുന്ന റോക്കറ്റുകളുടെ പേരുകൾ അറിഞ്ഞിരിക്കണം. വളരെ കുറച്ച് ലോഞ്ച് വെഹിക്കിൾസേ നമുക്കുള്ളൂ. നമ്മൾ ഇനീഷ്യലി 80കളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ നമ്മൾ SLV എന്നാണ് പറഞ്ഞത്, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതിനുശേഷമാണ് നമ്മൾ ഓഗ്മെൻറ്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പേലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറച്ച് നമ്മൾ ഓഗ്മെൻറ്റ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. എന്നാൽ ഇത് രണ്ടും നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നില്ല. പകരം ഇന്ന് യൂസ് ചെയ്യുന്ന 2 ലോഞ്ച് വെഹിക്കിൾ PSLVയും GSLVയും ആണ്. ഇത് പലപ്പോഴും നിങ്ങൾ ന്യൂസിലൊക്കെ കേൾക്കുന്നതായിരിക്കും. PSLV റോക്കറ്റ്, GSLV റോക്കറ്റ്. അതിനുശേഷം വളരെ റീസെൻ്റായിട്ട് GSLVക്ക് ശേഷം നമ്മളിപ്പോൾ വളരെ കുഞ്ഞു സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഓർഗനൈസേഷനും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. സോ ആ ഒരു ന്യൂസിനെ ബേസ് ചെയ്തിട്ട്, ആ ഒരു കറണ്ട് ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. സോ ഇറ്റ് ഈസ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അഗെയിൻ ഡയറക്ട്ലി കറണ്ട് അഫെയർ ലിങ്ക് ചെയ്ത് വന്നൊരു ചോദ്യമാണ്. ദ ഫോളോയിങ് റെഫേഴ്സ് ടു റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ടെക്നോളജി. ഇറ്റ് മേക്സ് ഇറ്റ് പോസിബിൾ ടു ഈസിലി alter DNA sequence and modify gene function. ജീൻ എഡിറ്റിങ്ങിനൊക്കെ വേണ്ടി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ് CRISPR-Cas9 ടെക്നോളജി. പലപ്പോഴും ന്യൂസിലൊക്കെ കാണുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് CRISPR ടെക്നോളജി. നമുക്ക് ജീൻ എഡിറ്റ് ചെയ്യാൻ പറ്റും, ജീൻ ആൾട്ടർ ചെയ്യാം, ജീൻ ഇൻസേർട്ട് ചെയ്യാനൊക്കെ വേണ്ടി റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ് CRISPR-Cas9. CRISPR എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് ഗൈഡ് RNAs എല്ലാം യൂസ് ചെയ്തിട്ട് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇത് സിവിൽ സർവീസ് എക്സാം 2019 ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 2019 UPSCയുടെ ഒരു ചോദ്യമായിരുന്നു CRISPR-നെ കുറിച്ച്. ആൻഡ് 2020 KS-ലും ആ രീതിയിലൊരു ചോദ്യം ചോദിച്ചു എന്നുള്ളതാണ്. ഇത് വളരെ ഡയറക്റ്റായിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളാണ്. അതല്ലാതെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Chandrayaan 2 was a mixture of success and setback. Which of the following statements are applicable to Chandrayaan 2 mission? It aimed at exploring south pole of the moon to further study the evidence of water molecules found by Chandrayaan 1, to soft land Vikram lander on the lunar surface and to relay information to Earth. The location of crash landing of Vikram has been later identified. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. അഗെയിൻ 2020 കോൺടെസ്റ്റിൽ കറണ്ട് അഫെയർ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മിഷനാണ് Chandrayaan 2 മിഷൻ. അപ്പോൾ Chandrayaan 2 മിഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് എയിംഡ് അറ്റ് എക്സ്പ്ലോറിങ് ദ സൗത്ത് പോൾ ഓഫ് ദ മൂൺ. മൂണിൻ്റെ സൗത്ത് പോൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയായിരുന്നു നമ്മൾ Chandrayaan 2 മിഷൻ ഇനീഷ്യേറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഫർദർ സ്റ്റഡി ദ എവിഡൻസ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഫൗണ്ട് ബൈ Chandrayaan 1. Chandrayaan 1ൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അതിന് വാട്ടർ മോളിക്യൂൾസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു സിഗ്നിഫിക്കൻസ്. സോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. To soft land Vikram lander on the lunar surface and to relay information to Earth. So ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ചെക്ക് ചെയ്യുകയാണ് ബേസിക്കലി ചെയ്യേണ്ടത്. ടു സോഫ്റ്റ് ലാൻഡ് വിക്രം ലാൻഡർ ഓൺ ദി ലൂണാർ സർഫസ്. പ്രധാനമായിട്ടും ചന്ദ്രയാൻ മിഷനിൽ വിക്രം ലാൻഡറും അതുപോലെ പ്രഗ്യാൻ എന്ന് പറയുന്ന ഒരു റോവർ, ഒരു ലാൻഡർ, അതുപോലെ പ്രഗ്യാൻ എന്ന് പറയുന്ന റോവറായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ
വിക്രം സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്. സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒബ്ജക്റ്റീവ്. ആൻഡ് ദാറ്റ്സ് എ വെരി കീ ആസ്പെക്ട് ഓഫ് ചന്ദ്രയാൻ 2 മിഷൻ. 3 ഈസ് റൈറ്റ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ആ ഒരു 3 ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് 1, 2 എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് 3 ഈസ് റൈറ്റ്. ഇതിൽ 3 നമുക്ക് എന്തായാലും കറക്റ്റ് എടുക്കാൻ പറ്റും. ദെൻ 4th സ്റ്റേറ്റ്മെൻറ്റ്, ദ ലൊക്കേഷൻ ഓഫ് ക്രാഷ് ലാൻഡിംഗ് ഓഫ് വിക്രം ഹാസ് ബീൻ ലേറ്റർ ഐഡൻറ്റിഫൈഡ്. മുമ്പ് ചന്ദ്രയാൻ 1 നമുക്ക് സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതിൻ്റെ പീസസ് നമുക്ക് അതിൻ്റെ ക്രാഷ് ലാൻഡിങ് സൈഡ് നമുക്ക് പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് ഇമ്പോർട്ടൻറ്റ് മിഷൻസിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. സോ കുറച്ച് ഡെപ്തിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ഇന്ത്യൻ ആസ്ട്രോണോമി മിഷൻ എയിംഡ് അറ്റ് സ്റ്റഡിയിങ് സെലസ്ഷ്യൽ സോഴ്സസ് ഇൻ എക്സ്റേ, ഒപ്റ്റിക്കൽ ആൻഡ് അൾട്രാവയലറ്റ് സ്പെക്ട്രൽ ബാൻഡ് സൈമൾട്ടേനിയസ്ലി ഈസ്. അത് നമ്മളിതിനെ മൾട്ടി വേവ് ലെങ്ത് ഒബ്സർവേറ്ററി എന്ന് പറയും. നമുക്ക് ആകെ ഒരു മൾട്ടി വേവ് ലെങ്ത് ഒബ്സർവേറ്ററി ഉള്ളൂ. അത് ആസ്ട്രോസാറ്റ് ആണ്. ചന്ദ്രയാൻ 2 ഒന്നും ഒബ്സർവേഷൻ എന്നുള്ളൊരു കാര്യമല്ല. സെലസ്ഷ്യൽ സോഴ്സസ് ലൈക്ക് ആദ്യത്തെ ഡെഡിക്കേറ്റഡ് സെലസ്ഷ്യൽ സോഴ്സസിനെ കുറിച്ച് പഠിക്കാൻ എക്സ്റേ, ഒപ്റ്റിക്കൽ, UV സ്പെക്ട്രൽ ബാൻഡിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഒബ്സർവേറ്ററിയാണ് ആസ്ട്രോസാറ്റ്. അഗെയിൻ ഇത് UPSCയുടെ എക്സാമിനും ആസ്ട്രോസാറ്റിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. സോ മിക്ക ക്വസ്റ്റ്യൻസും UPSC റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ കറണ്ട് FA ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുമാണ് പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തു നിന്നും അതേപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിലും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് മുമ്പ് കേസിന് ചോദിച്ച ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്തുള്ള ഡെവലപ്മെൻറ്റുകൾ ഫോക്കസ് ചെയ്യുക. ഒരുപാട് മഗ്ഗപ്പ് ചെയ്യാതെ ഒരുപാട് ഏരിയാസ്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഭയങ്കര വാസ്റ്റാണ്. എല്ലാം ഇരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റുകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ അതിനൊരു ബേസ് ആയിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കാം. UPSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏരിയാസ് ഒന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. സോ ആ രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. Lead IAS, crafted by the toppers.